സാധനം എന്താന്ന് മനസ്സിലായില്ലേ? മക്കഡോമിയ. നല്ല രസമുണ്ടല്ലേ പറയാനൊക്കെ ആയിട്ട്. ഞാൻ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസമേ ഒരു വീഡിയോ കണ്ടിട്ട് ഓടിച്ചാടി പോയി മേടിച്ചതാണ്. നാട്ടിൽ ഇതിന് ഭയങ്കര വിലയായി, 5000 രൂപ എന്നൊക്കെയാണ് പറയണത്. ഇവിടെ 1 കിലോ 40 റിയാലാട്ടാ. അതായത് ഇപ്പോൾ നാട്ടിലത്തേക്ക് ആണെങ്കിൽ ഒരു 850 രൂപൻ്റെ അടുത്തൊക്കെ വരണുള്ളൂ. ഇത് നമ്മൾ 1 കിലോ മേടിച്ചാലുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 1/2 കിലോ പരിപ്പ് പോലും കിട്ടുമൊന്നുമില്ല. ഇതിന്റെ തോടിനൊക്കെ നല്ല വെയിറ്റ് അല്ലേ. ഇതുണ്ടല്ലോ തോട് പൊട്ടിച്ചിട്ടാണ് ഇതിങ്ങനെ വിൽക്കാൻ വെക്കണമെങ്കിൽ പിന്നെ ഓക്കെ ഓക്കെ ആ ഒരു ഇതിൽ പറയാ. ഈ മക്കഡോമി ഉണ്ടല്ലോ ഒരു 10-12 വയസ്സിന് താഴെയുള്ള മക്കൾക്കൊക്കെ പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ പൊട്ടിച്ചു കൊടുക്കുക, അവർക്ക് കഴിക്കുക. ഈ ഒരു താക്കോല് വെക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് അതാണെന്ന് തോന്നുന്നുണ്ട് ഇത് വിറ്റ് പോണതിൻ്റെ ആ ഒരു മാർക്കറ്റ് ട്രിക്ക് എന്നൊക്കെ പറഞ്ഞാല്. ഞാനിത് കഴിച്ചിട്ടേ എനിക്ക് നമ്മൾ ഈ കൊടുക്കുന്ന പൈസയുടെ ആ ഒരു വാല്യൂ ഒന്നും എനിക്ക് ഫീൽ ചെയ്തൊന്നുമില്ല കേട്ടാ. ഇതിലും ഭേദമുണ്ടല്ല 1 കിലോ ബദാം മേടിച്ച് കഴിക്കലാണ്. അതാകുമ്പോൾ 35 റിയാലാണ് 1 കിലോക്ക് വില വരുന്നത്. അത് മാത്രമല്ല 1 കിലോ മേടിച്ചാൽ ആ 1 കിലോ അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റൂലേ. ഇതേപോലെ ഇങ്ങനെ പകുതി വേസ്റ്റ് ഒന്നും വരണ്ടൊന്നുമില്ലല്ലോ. ഈ ഒരു മക്കഡോമിയ ഒട്ടുമിക്ക എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. എന്താണ് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്ന് താഴത്തെ കമന്റിൽ പറഞ്ഞിട്ടാ. എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമായൊന്നുമില്ല. ഇതിന്റെ ഈ ഒരു വാനില ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതിന്റെ വാനില ഫ്ലേവർ ആണ് കേട്ടോ ഞാൻ മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ആൽമണ്ട്സും മക്കഡോമിയും തമ്മിലുള്ള ആ ഒരു കമ്പാരിസന്റെ ഒരു ചെറിയൊരു ലിസ്റ്റ് ഞാനോട് കൊടുക്കാട്ടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. സോഷ്യൽ മീഡിയയിലുള്ള ഹൈപ്പ് കണ്ടിട്ടേ ആ പറയുന്ന ആ ഒരു വാല്യൂ ഫോർ മണി ഒന്നും നമ്മളുടെ ഈ ഒരു മക്കഡോമിയക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിനെ പറ്റിയേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴത്ത് കമന്റിൽ പറയുന്നേട്ടാ.